എല്ലാ കൂട്ടുകാർക്കും ശ്രീലയം യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ഇന്ന് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വെള്ളായണി ദേവി ടെമ്പിളും വെള്ളായണി കായലുമാണ് നമ്മുടെ വ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വെള്ളായണി ജംഗ്ഷനിൽ തന്നെ, നേമം ജംഗ്ഷനിൽ തന്നെയാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. വളരെ പ്രശാന്ത സുന്ദരമായ സ്ഥലമാണ്. അമ്പലത്തിൻ്റെ മുറ്റത്ത് തന്നെ 2 ആൽമരങ്ങൾ വളർന്നു നിൽപ്പുണ്ട്. കൂടാതെ 2 പ്രധാനപ്പെട്ട കവാടങ്ങളാണ് ഇതിനുള്ളത്. അമ്പലത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് പ്രധാന കവാടമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. കൂടാതെ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് വെച്ചാൽ ഭദ്രകാളിയാണ് പ്രതിഷ്ഠ. ഇതാണ് അടുത്ത വാതില്. വളരെ ഭംഗിയായ രീതിയിലാണ് ഇവിടെ ശില്പകല ചെയ്തിരിക്കുന്നത്. ഭദ്രകാളിയുടെ സംഹാരമൂർത്തി ഭാവം നമുക്ക് ഇവിടെ ഈ ശില്പത്തിൽ കാണാവുന്നതാണ്. കൂടാതെ ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങൾ എന്ന് പറയുന്നത് കാളിയൂട്ട് മഹോത്സവവും അശ്വതി പൊങ്കലുമാണ്. അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ശ്രീകോവിലിന് ഇരുവശങ്ങളിലുമായിട്ട് മണ്ഡപങ്ങളിൽ ഭംഗിയേറിയ ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. ദ്രവീഡിയൻ ആർക്കിടെക്ചറാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തതാണ് കേട്ടോ. പിന്നെ അടുത്തത് നമ്മൾ ആ റോഡ് വഴി തന്നെ പോകുമ്പോൾ നേരെ കായലിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇതാണ് വെള്ളായണി കായലും ഏകദേശം ഏക്കർ കണക്കിന് വിസ്താരത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. കൂടെ തന്നെ കൃഷിയിടം കൂടെ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. ഈ ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൂറിസം മേഖലയിൽ വളരെ ഏറ്റവും മുൻപന്തിയിലേക്ക് വരാവുന്ന കുറച്ച് സ്ഥലങ്ങളിലൊന്നാണ്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ കായലിൽ വാട്ടർ ലിലിയാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ ആകർഷകത്വമായിട്ട് പറയാനുള്ളത്. കൂടാതെ ധാരാളം ദേശാടന പക്ഷികളും നീർക്കാക്ക മുതലായ പക്ഷികളും അവിടെ നമുക്ക് കാണാൻ കഴിയും. സൂം ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ അപ്പുറവശത്താണ് പ്രധാന കായലിൻ്റെ ഭാഗങ്ങൾ, വെള്ളായണി കായലിൻ്റെ ഭാഗങ്ങളുള്ളത്. നമ്മൾ അങ്ങോട്ട് പോയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കോവിഡിൻ്റെ സമയമായത് കാരണം സന്ദർശകർക്ക് അവിടെ നിരോധനമുണ്ട് ഈ ടൈമിൽ. റോഡ് പണി എന്ന് വെച്ചാൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ടൂറിസത്തിന് ഒത്തിരി സ്കോപ്പുള്ള സ്ഥലമാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാടമാണ്, വയൽ. അവിടെ ഒത്തിരി കൃഷിയിടങ്ങളും ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വാട്ടർ ലിലി. അതിൻ്റെ ഭാഗങ്ങളും ഈ സമയത്ത് നമ്മൾ പോയ സമയത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വെയിലുള്ള സമയമായിരുന്നു. വെയിലുള്ള സമയത്ത് പൂക്കൾ വിരിഞ്ഞ് നിൽക്കില്ല, കൂമ്പിയാണ് നിൽക്കുക. മുട്ടുകൾ കൂമ്പി നിൽക്കുന്ന അവസ്ഥയിലാണുള്ളത്. പകൽ സമയമാണ് ഇത് അധികം. പകൽ സമയം എന്ന് പറഞ്ഞാൽ വെളുപ്പിന്. ഇപ്പോൾ നിങ്ങൾ തെങ്ങ് സൂം ചെയ്യുമ്പോൾ വിചാരിക്കുന്നത് തെങ്ങിനെ കുറിച്ചും എല്ലാം പറയാൻ പോകണമെന്ന്. അല്ല, ഒരിക്കലും അല്ല. നമ്മൾ ഭയങ്കര വെയിലുള്ള സമയത്താണ് പോയെന്ന് പറഞ്ഞു. അതിൻ്റെ ചുവട്ടിൽ നിന്നാണ് നമ്മൾ റെക്കോർഡ് ചെയ്തത് വീഡിയോ. അത് കാണുന്നതാണ് മരച്ചീനി കൃഷിയും പിന്നെ കപ്പ കൃഷി, കൂടാതെ വള്ളിപ്പയർ, അങ്ങനത്തെയൊക്കെ കൃഷിയിടങ്ങളാണ് അവിടെ ഓപ്പോസിറ്റ് സൈഡിലുള്ളത്. അപ്പോൾ നേരെ ആ റോഡ് പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചിട്ട് അഗ്രികൾച്ചറൽ കോളേജിൻ്റെ ആ ക്യാമ്പസിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ